അഗാധമായ ഹൃദയഭാവത്തോടെ ദസ്തേവിസ്കി അന്നയെ നോക്കി. ശ്രീ പെരുമ്പടവം ശ്രീധരന്റെ ഒരു സങ്കീർത്തനം പോലെ എന്ന നോവലിലെ വരികളാണിത്. ഒരു നറു പുഷ്പമായി എന്നേർക്ക് നീളുന്ന മിഴിമുന ആരുടേതാവാം. ONVയുടെ വരികൾ. കണ്ണും കണ്ണും തമ്മിൽ തമ്മിൽ കഥകൾ കൈമാറും അനുരാഗമേ. അങ്ങാടി എന്ന ചിത്രത്തിന് വേണ്ടി ബിച്ചു തിരുമല എഴുതിയ വരികളാണിത്. ഇങ്ങനെ കണ്ണുകളുടെയും നോട്ടങ്ങളുടെയും വ്യവഹാര ഭാഷയെക്കുറിച്ച് എത്രയെത്ര വർണ്ണനകൾ, ബിംബങ്ങൾ. മേൽപ്പറഞ്ഞതെല്ലാം പ്രണയാർദ്രമായ നോട്ടങ്ങളാണെങ്കിൽ സ്ത്രീയെ അലോസരപ്പെടുത്തുന്ന ചില പുരുഷന്മാരുടെ തുറിച്ചുനോട്ടങ്ങളുമുണ്ട്. ഇതിനെ നേരിടാൻ ഒരു നിയമവശമുണ്ടെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തിയ ശ്രീ ഋഷിരാജ് സിംഗിന്റെ 14 സെക്കൻഡുകൾ ഇന്ന് പലതരത്തിൽ സമൂഹത്തിൽ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. ഈ വാച്ചിൽ നോക്കിയുള്ള വായ്നോട്ടം ചർച്ചയുടെ പുതിയ തലത്തിലേക്കാണ് ഇന്ന് സെൽഫി. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവർ ശ്രീ ജേക്കബ് പുന്നൂസ്, റിട്ടയർഡ് DGP, അഡ്വക്കേറ്റ് മായ വി, വിമൻസ് കമ്മീഷൻ ആൻഡ് കെൽസ, ജെയിംസ് കുട്ടി ആൻഡ് തസ്നി ജെയിംസ്, അശ്വിന്ത്, കോളേജ് വിദ്യാർത്ഥി, അനു ബിജി ജോർജ്, സൈക്കോളജിസ്റ്റും ഫാമിലി കൗൺസിലറും, A. റഹീം, വനജ വാസുദേവ്, അധ്യാപിക. ഇവരോടൊപ്പം മറ്റു വിദ്യാർത്ഥികളും. ഋഷിരാജ് സിംഗ് സർ പറഞ്ഞ വാക്കുകൾ നമുക്ക് കേൾക്കാം. കേരളത്തിൽ ഇവിടെ പൂവാല ശല്യം ഉണ്ടാവാൻ പാടില്ല, ഞങ്ങളോട് നോക്കാൻ പോലെ പാടില്ല, ഒരു സ്ത്രീയെ നോക്കാൻ പോലെ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു നിയമം ഇപ്പോൾ ഇന്ത്യ രാജ്യത്തിൽ ഉണ്ട്. അതറിയാമോ? പക്ഷേ നിർഭയ പെൺകുട്ടി മരിച്ച ശേഷം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നിയമം ഉണ്ടാക്കി ഞങ്ങളുടെ അടുത്ത് വന്നു. എന്താണ് നിയമം അറിയാമോ? 14 സെക്കൻഡ് ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയെ 14 സെക്കൻഡ് അങ്ങനെ നോക്കി നിൽക്കിയാൽ ആ പെൺകുട്ടിക്ക് ഒരു പരാതി ഉണ്ടെങ്കിൽ ഒരു FIR എടുത്തിട്ട് ഇയാളെ ജയിലിലാക്കാം. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേരളത്തിൽ ഒരു വല്ലാത്തൊരു ചർച്ചാ വിഷയമായി. പോലീസിലെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനായിരുന്ന അങ്ങേക്ക് ഇതിനെ കുറിച്ച് എന്താണ് പറയുന്നത്? ഋഷിരാജ് സിംഗിന്റെ സ്പിരിറ്റ് കൊള്ളാം. അദ്ദേഹം പറഞ്ഞ ആശയത്തിന്റെ പ്രസക്തിയും വളരെ വലുതാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞതിൽ ഒരു പ്രസംഗത്തിന്റെ ഒരു ചെറിയ ഭാഗം, ഒരു ശകലം അടർത്തിയെടുത്താണ് നമ്മൾ കാണുന്നതും ചാനലിൽ കേൾക്കുന്നതും ഒക്കെ. ആ പ്രസംഗത്തിന്റെ ഒരു പൂർണ്ണമായിട്ടുള്ളൊരു ഭാഗം ഞാൻ കേൾക്കാനിടയായി. അതിന്റെ പ്രസംഗത്തിന്റെ പൂർണ്ണതയിൽ അത് പരിഗണിക്കുമ്പോൾ അതിൽ വലിയ കുറ്റം പറയാനില്ല. പക്ഷെ അദ്ദേഹത്തിന് പറ്റിയ ഒരു ഭാഷയിലുണ്ടായിരുന്ന ഒരു തെറ്റെന്ന് പറയുന്നത് ഈ 14 സെക്കൻഡ് എന്ന് പറഞ്ഞതാണ്. ഈ 14 സെക്കൻഡ് എന്ന് പറഞ്ഞൊരു നിയമം നിലവിലില്ല. പക്ഷേ അത് എവർക്കാർക്കും പ്രതീക്ഷ നൽകണ്ട. 1 സെക്കൻഡ് ആണെങ്കിലും കുഴപ്പമാണ്. അതാണ് ഒരു പ്രശ്നം. ഈ 14 സെക്കൻഡ് എന്ന് പറഞ്ഞൊരു നിയമമില്ല. പക്ഷേ ഒരു സ്ത്രീയെ ഒരു പൊതുസ്ഥലത്ത് വെച്ച് ലൈംഗിക ചുവയോട് കൂടി, അത് വളരെ പ്രധാനമാണ്. സാധാരണ നോട്ടം പോരാ, നോക്കിയാൽ അല്ല, ഒരു ലൈംഗിക ചേഷ്ട എന്ന് പരിഗണിക്കപ്പെടാവുന്ന രീതിയിലുള്ള നോട്ടം നോക്കിയാൽ, നോട്ടം മാത്രമല്ല ചേഷ്ടയും കൂടെയാണോ? അതോ നോട്ടം ഒരു ചേഷ്ടയാണല്ലോ. അത് വെച്ചാൽ ഇപ്പൊ ഉമ്മറിന്റെ നോട്ടം, പ്രേം നസീറിന്റെ നോട്ടം, അപ്പൊ ഈ ഉമ്മറിന്റെ നോട്ടം ആകുമ്പോഴത്തേക്ക് അതൊരു, എനിക്കറിയാം ഇവരൊക്കെ ഉമ്മറിന്റെ പടം കണ്ടിട്ടോ എനിക്ക് അറിഞ്ഞില്ല. പക്ഷേ അപ്പൊ ഉമ്മറിന്റെ നോട്ടം ചിലപ്പോൾ ഒരു ചേഷ്ടയായിട്ട് നമുക്ക് പരിഗണിക്കപ്പെടാം. അപ്പൊ ഈ നോട്ടം, അപ്പൊ അതൊക്കെ ഒരു സ്ത്രീകൾ, ഒരു പെൺകുട്ടികളോട് പ്രസംഗിക്കുമ്പോൾ ഒരു നോട്ടത്തിന്റെ വിശദാംശങ്ങളിലേക്ക് പ്രസംഗകന് കടക്കുന്നതിന് അതിൻ്റെതായിട്ടുള്ള പരിമിതികളുണ്ട്. ഭാഷയ്ക്കും, അദ്ദേഹം മലയാളി പോലും അല്ല, അപ്പൊ അദ്ദേഹത്തിന്റെ ഭാഷയ്ക്കും പരിമിതിയുണ്ട്. അപ്പൊ 14 സെക്കൻഡ് എന്നുള്ളൊരു ആശയത്തിലാണ് ഇവിടെ കേരളം ബ്രേക്ക് പൊട്ടി ഓടിയത്, ഈ 14 സെക്കൻഡ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു പൊതുസ്ഥലത്ത് വെച്ച് ഒരു പെൺകുട്ടിയെ ലൈംഗിക ചുവയോടുകൂടി 1 സെക്കൻഡ് നോക്കിയാലും, 1 സെക്കൻഡ് നോക്കുന്നതും അത് തെറ്റാണ്. കാരണം ഒരു സ്ത്രീയുടെ ഇത് ഇന്റർപ്രറ്റ് ചെയ്യേണ്ടത് സ്ത്രീയാണ്. അപ്പം നിങ്ങൾ എന്നെ നോക്കുന്നത് എനിക്ക് ഇഷ്ടമാണെങ്കിൽ നോക്കിക്കോ എന്ന് പറയാൻ സ്ത്രീക്ക് സ്വാതന്ത്ര്യമുണ്ട്, അതാണ് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഇഷ്ടമില്ലാതെ ഈ തൊട്ടുനോട്ടം ഇഷ്ടമില്ലടോ എന്ന് നമുക്ക് ആ രീതിയിലേക്ക് നമ്മൾ ആ പെണ്ണിന് ഇഷ്ടം അല്ലെങ്കിൽ നോക്കരുത്. അങ്ങനെ നോക്കിയാൽ കുഴപ്പമാണ്. നിങ്ങളൊന്ന് ചെറുതായിട്ട് ആശ്വസിച്ചല്ലേ, അങ്ങനെ ഇത്ര സെക്കൻഡ് എന്നൊന്നും പറഞ്ഞിട്ടില്ല എന്ന്. ഇപ്പൊ സാറ് പറഞ്ഞു വരും, നമുക്കൊരു തമാശയായി തന്നെ തുടങ്ങാം. ഉമ്മറിന്റെ സ്റ്റൈല് അല്ലെങ്കിൽ ബാലൻ കെ നായർ സ്റ്റൈലിലെ നോട്ടമൊക്കെ സാധാരണ നിങ്ങൾ ചെറുപ്പക്കാരി പെൺകുട്ടികൾ ഇഷ്ടപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ അനുഭവിച്ചിട്ടുണ്ടോ, കാണാറുണ്ടോ? അത്തരം നോട്ടം ഉണ്ടായിട്ടുണ്ടോ?
നോട്ടം ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അത് തീർച്ചയായും നമുക്ക് ഇഷ്ടപ്പെടുകയല്ല. സാധാരണ എന്താ പറയുക, ഇപ്പം ഒരാൾ നമ്മളെ വെറുതെ നമ്മൾ തന്നെ നോക്കാറുണ്ട്. ഇപ്പം ആൺകുട്ടികളാണെങ്കിൽ പോലും വളരെ കാഷ്വലായിട്ട് നോക്കുന്നത്, അതൊരു കുഴപ്പമില്ല. അതേസമയത്ത് ചില ആൾക്കാരുടെ നോട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആണ്. നമ്മൾ തന്നെ എന്താ പറയുക, അത് നമുക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ഒരു കേസ് വരുമ്പം എനിക്ക് ഈ ഋഷിരാജ് സിംഗ് സാർ പറഞ്ഞത് എനിക്ക് യോജിപ്പാണുള്ളത്. കാരണം നമ്മൾ ഇറിറ്റേറ്റിംഗ് ആയിട്ട് അല്ലെങ്കിൽ നമ്മളെ അൺകംഫർട്ടബിൾ ആയിട്ട് ആക്കുന്ന രീതിയിൽ ആരെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ അത് തീർച്ചയായും ഒന്ന് കേസ് എടുക്കേണ്ട ഒരു കാര്യം തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഈ നോട്ടത്തിന്റെ അർത്ഥം എങ്ങനെയാണ് നമ്മൾ വിലയിരുത്തുന്നത്? ഇത് ഓരോ നോട്ടത്തിനും ഓരോ ഡിഫറൻസ് ഉണ്ട്. ഇപ്പൊ ആ മോള് പറഞ്ഞ പോലെ ഒരു കാഷ്വൽ ആയിട്ട് നോക്കുന്നതുകൊണ്ട് അത് തെറ്റില്ല. ഒരു സൈക്കോളജിസ്റ്റിന്റെ നോട്ടം എന്താണ് നല്ല നോട്ടം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നോട്ടം? അതാണ് ഞാൻ പറഞ്ഞത്, ഒരു കാഷ്വൽ ആയിട്ട് നോക്കുന്നു. നമ്മളിപ്പോ നമ്മുടെ ഒരു ഫ്രണ്ടിനെ കാണുന്നു, നോക്കുന്നു, സംസാരിക്കുന്നു, അതിന് തെറ്റില്ല. പക്ഷെ നമുക്ക് ഒരു അരോചകമായിട്ട് ഇപ്പൊ സാറ് പറഞ്ഞ പോലെ സെക്ഷുവലായിട്ട് സെഡ്യൂസ് ചെയ്യുന്ന രീതിയിലുള്ള നോട്ടമാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് കംപ്ലൈന്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുന്ന നല്ലൊരു ഇത് തന്നെയാണ്. റഹീം, ഞാൻ ചോദിക്കട്ടെ, നമ്മൾ പണ്ട് ഞാൻ ഇത് കേട്ടിട്ടുണ്ട്. അതായത് മെഡ്രാസിൽ എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഒരു തിയേറ്ററിൽ നല്ല അടി നടക്കുന്നു. അപ്പൊ എന്താന്ന് ചോദിച്ചപ്പോ ഒരു വയസ്സായ അമ്മ പറഞ്ഞു, കുറെ നേരമായി അവൻ എന്നെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു എന്ന് ആ സ്ത്രീ ഇങ്ങനെ പറഞ്ഞപ്പോ അയാള് ചോദിച്ചു, ഞാൻ നോക്കിയെന്ന് നിങ്ങൾ എങ്ങനെ കണ്ടു? അപ്പൊ നിങ്ങൾ അത്രയും നേരം എന്നെ നോക്കിയില്ലേ? ഇതൊരു ഇതുണ്ട്. എന്ത് പറയുന്നു ഇത്തരം ഒരു? അല്ല, ജേക്കബ് പുന്നൂസ് സാർ അത് പറഞ്ഞു, 14 സെക്കൻഡ് എന്നെല്ലാം പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഒരു എടുത്തുകെട്ടായിപ്പോയി. അത്രത്തോളം ഒന്നും പറയേണ്ട കാര്യമില്ല. ഇപ്പൊ 14 ഇതിനകത്ത് ഇഷ്ടമില്ലാത്ത ഒരു പെൺകുട്ടിക്ക് ഇഷ്ടമില്ലാത്ത സ്ത്രീക്ക് ഇഷ്ടമില്ലാത്ത നോട്ടം 14 സെക്കൻഡ് തന്നെ ആകണ്ടെന്നേ, അര നിമിഷം മതി, നോക്കാൻ പാടില്ല. അതാണല്ലോ നിർഭയ ലോ അവൻ്റെ ചെയ്തപ്പോൾ തന്നെ ബണ്ടൽ ഓഫ് ലോസ് എല്ലാം കൂടി വെച്ചിട്ട് നിർഭയ ലോസ് എന്ന് പറഞ്ഞിട്ട് അവൻ്റെ ചെയ്യുന്നത് അതിനകത്ത് വളരെ കൃത്യമാണ്. ഇപ്പോൾ ഒരു പെൺകുട്ടി തന്നെ പോയി പരാതിപ്പെടേണ്ടതില്ല. പക്ഷേ റഹീം, ഇതിപ്പോ അദ്ദേഹം യഥാർത്ഥത്തിൽ സ്ത്രീകൾക്കൊരു ധൈര്യം കൊടുക്കാനോ അല്ലെങ്കിൽ സ്ത്രീപക്ഷത്ത് നിന്നാണ് ഒരു പോലീസ് ഓഫീസർ എന്ന നിലയിൽ അങ്ങനെ ഒരു പരാമർശം ഉണ്ടായത് എന്ന് അതായത് അതൊരു ആ ഒരു ചിലപ്പോ 14 സെക്കൻഡ് എന്ന് പറഞ്ഞ ഒരു വാക്ക് മാത്രമല്ലേ അതില്? അല്ല, അതിനകത്തൊരു കാര്യം, ഈ നിയമങ്ങൾ എല്ലാവരും നോക്കി പഠിക്കുന്നവരല്ല. നമ്മൾ ലേമാൻ എടുക്കുക, നോക്കാറുണ്ടോ ഇങ്ങനെ? നിങ്ങൾ പൊളിറ്റീഷ്യൻ ആയതുകൊണ്ട് ഇത്തിരി പേടിക്കൂലേ? ഇല്ല, ഏതായാലും അങ്ങനെ നോക്കിയിട്ടില്ല. പിന്നെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഈ ഇദ്ദേഹത്തിന്റെ പ്രശ്നം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അദ്ദേഹം തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഇപ്പോൾ ലോയിൽ അങ്ങനെ ഇല്ല 14 സെക്കൻഡ്. ലോയിൽ ഇല്ലാത്ത ഒരു കാര്യം അദ്ദേഹം പറയുമ്പോൾ അതിനൊരു ആധികാരികത വരും, അത് തെറ്റിദ്ധരിപ്പിക്കലാണ്. ഇപ്പോൾ ലേമാനെ സംബന്ധിച്ച്, സാധാരണ മനുഷ്യരെ സംബന്ധിച്ച്, അത് ആണായിക്കോട്ടെ പെണ്ണായിക്കൊള്ളട്ടെ, ഇത്തരം ആൾക്കാരുടെ വാക്കുകളാണ് അവരുടെ നിയമം, അവർ പഠിക്കുന്ന നിയമം. അപ്പോൾ അങ്ങനെ പറയാൻ പാടില്ല, അത് നിരുത്തരവാദപരമാണ്. 1. 2, സ്ത്രീപക്ഷമായി നമ്മുടെ രാജ്യം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് നിർഭയയെല്ലാം തന്നെ ഇത്രയും വലിയ ഇഷ്യൂ ആയി വന്നത്. ഒരു പെൺകുട്ടിയെ 14 സെക്കൻഡ് എന്നല്ല, അര നിമിഷം പോലും ഇഷ്ടമില്ലാത്തൊരു നോട്ടം ഒരാൾക്കും എറിയാൻ അവകാശമില്ല. അതാണ് ഒരു അഡ്വക്കേറ്റിന്റെ അടുത്ത് ഇത്തരം പരാതിയുമായി ചെന്നാൽ എത്രമാത്രം ഇതിന് സഹായിക്കും? ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിർഭയ 2012 നടക്കുമ്പോൾ അതിനു മുൻപ് തന്നെ IPCയുടെ 354 വകുപ്പ് നിലവിലുണ്ട്. IPC എന്ന് പറഞ്ഞാൽ വളരെ മുൻപ് ഉണ്ടായിട്ടുള്ള നിയമം. പിന്നെ IPC 1860കളിൽ വന്ന നിയമ സംഹിതയാണ് നമുക്കുള്ളത്, അല്ലെ, ശിക്ഷാ വിധികളാണ് അതിലുള്ളത്. അപ്പൊ അതിൽ 354 വകുപ്പിൽ കൃത്യമായി പറയുന്നുണ്ട്, ഒരു സ്ത്രീക്കെതിരെയുള്ള യാതൊരു വിധത്തിലുള്ള, പക്ഷെ അതിൽ നോട്ടത്തിനെ കുറിച്ച് പരാമർശമില്ല. അത് വന്നിരിക്കുന്നത് ഈ പറയുന്ന നിർഭയ സംഭവത്തിന് ശേഷം ജസ്റ്റിസ് വർമ്മ കമ്മിറ്റിയുടെ നിർദ്ദേശത്തില് ഋഷിരാജ് സിംഗ് സാർ പറഞ്ഞത് ഒരിക്കലും ഈ 14 സെക്കൻഡിന്റെ മെൻഷൻ ഒരിക്കലും തെറ്റല്ല. കാര്യം അദ്ദേഹത്തിന്റെ നിയമത്തെ കുറിച്ച് അറിയാത്ത ആളല്ല. ജസ്റ്റിസ് വർമ്മ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ തുടക്കത്തിലുള്ള റിപ്പോർട്ട് ഇവിടെ എത്ര പേര് വായിച്ചിട്ടുണ്ട്, എത്ര പേർക്ക് അറിയാം? ഇപ്പൊ ഇവിടെ റഹീം പറഞ്ഞു ലേമാൻ ആണ്, നിയമം അറിയത്തില്ല എന്നുള്ളതാണ്. ആയിക്കോട്ടെ, പക്ഷേ ഇതൊരു പാസിംഗ് കമന്റ് ആയിട്ട് നമ്മളിപ്പോൾ എടുത്താൽ മതി 14 സെക്കൻഡ് എന്നുള്ളത്. അദ്ദേഹം പറഞ്ഞത് തുടക്കത്തിലുള്ള കമ്മിറ്റി റിപ്പോർട്ടിൽ 13.5 വയ്ക്കണമോ 15 വയ്ക്കണമോ എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. എന്നിട്ടാണ് അവർ ഡിസൈഡ് ചെയ്തത് 14 സെക്കൻഡ് എന്നുള്ളത്. പിന്നീട് നിയമ ഭേദഗതിക്ക് വേണ്ടി കൺസിഡർ ചെയ്തപ്പോൾ ആ ഒരു ക്ലോസ് അങ്ങ് എടുത്ത് കളയുകയായിരുന്നു. മനസ്സിലായില്ലേ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെൺകുട്ടിയെ അവൾക്ക് ദോഷകരമായിട്ടുള്ള അല്ലെങ്കിൽ അവൾക്ക് മോശം തോന്നുന്ന തരത്തിൽ നോക്കാൻ വേണ്ടിയിട്ട് ഈ 14 സെക്കൻഡിന്റെ ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് 354C വകുപ്പ് ചേർത്തതും. വെറും ഒരു നോട്ടം, അതിന് യാതൊരു സമയമില്ല. 2 സെക്കൻഡ് നോക്കിയാലേ കുറ്റമാണെങ്കിൽ പിന്നെ 14 സെക്കൻഡിന്റെ കാര്യം എന്തിനാ ഇത്രയും വലിയ കാര്യമായിട്ടെല്ലാം ട്രോൾ ചെയ്ത് വരുന്നത്?
അല്ലേ? നമ്മൾ ആ ഒരു രീതി ചിന്തിക്കുക. നമ്മളിപ്പോൾ ധാരാളം ക്ലാസ്സുകൾ, അദ്ദേഹം പറഞ്ഞത് കൊച്ചു പെൺകുട്ടികളുടെ മുമ്പെയാണ് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ, നിങ്ങളൊരു നോട്ടം പോലും സഹിക്കണ്ട. നമ്മളിപ്പോൾ ക്ലാസ് പറയുമ്പോൾ കൃത്യമായി അച്ചടി ഭാഷയിൽ അല്ലെങ്കിൽ എഴുതി വെച്ചിരിക്കുന്ന നിയമങ്ങളായിരിക്കില്ല പറയുന്നത്. മുന്നിലിരിക്കുന്ന സദസ്സിന് മനസ്സിലാകുന്ന തരത്തിൽ ലളിതമായിട്ട് പ്രയോഗിച്ചതാണ് ആ പദം. നമ്മളിപ്പോൾ പാസിംഗ് കമൻ്റ് ആയിട്ട് ഒരു 4-5 അല്ലെങ്കിൽ 5-6 എന്നൊക്കെ പ്രയോഗിക്കില്ലേ, അതുപോലെ 14 സെക്കൻഡ് എന്നുള്ള അദ്ദേഹത്തിന്റെ മനസ്സിൽ അത് കിടക്കുന്നു. അത്രയേ ഉദ്ദേശിക്കുള്ളൂ. അതല്ലാതെ നിയമം അതില്ല എന്ന് പറയുന്നത് തെറ്റാണ്. അശ്വിൻ, നിങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാർ അല്ലെങ്കിൽ നിങ്ങളുടെ കോളേജ് ക്യാമ്പസിൽ ഇങ്ങനെ ഒരു വാർത്ത വന്നപ്പോ എന്തായിരുന്നു നിങ്ങളുടെ പ്രതികരണം? നമുക്ക് ട്രോളിൽ കൂടെ നമുക്ക് ഇതൊക്കെ പ്രതികരിക്കാൻ പറ്റും. നമുക്ക് സത്യം പറഞ്ഞ ഇതിപ്പോ എന്തോന്നാണ് ഉദ്ദേശം എന്ന് എനിക്ക് മനസ്സിലായില്ല. ആണോ? ഇത് നമ്മളിപ്പം പെൺകുട്ടിയെ അല്ല, ഇപ്പൊ നമുക്കാണെങ്കിൽ ഇപ്പം ഒരാളെ നോക്കിയെന്ന് പറഞ്ഞ് അവർക്കാണെങ്കിൽ അതിന്റെ പേര് കേസെടുത്താൽ പിന്നെ ആണുങ്ങൾക്ക് എന്തിനാണുള്ളത്? അതല്ല, ആണുങ്ങൾക്ക് ഇവിടെ സേഫ്റ്റി ആയിട്ട് എന്തോന്നാണുള്ളത്? എല്ലാം പെണ്ണുങ്ങൾക്ക് അണിയൊളിച്ച് മാത്രമാണ് ഇവിടെ ഉള്ളത്. പെണ്ണിനെ ആണിനെ റേപ്പ് ചെയ്യാൻ പറ്റൂല. പെണ്ണ് തിരിച്ചു നോക്കുന്നുണ്ട്. പെൺകുട്ടികൾ നമ്മുടെ നേരെ വൈരാഗ്യം വെച്ചോണ്ട് ഓരോ കേസ് കൊടുക്കും. പക്ഷെ സൊസൈറ്റിയിലാണെങ്കിൽ ഇപ്പം പോലീസാണെങ്കിൽ എന്തായാലും നമ്മളെ ആ ഏരിയയിലോ എവിടെ നിന്ന് വെച്ചെങ്കിലും അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് പിന്നെ സൊസൈറ്റി ഇറങ്ങി നടക്കണ്ടേ? ഒരു ചെറിയ ഇടവേള കഴിഞ്ഞ് നമുക്ക് വീണ്ടും ചർച്ചയിലേക്ക് തിരികെ വരാം. യഥാർത്ഥത്തിൽ ഇപ്പോ നമുക്ക് സ്ത്രീകൾക്ക് വളരെ ധൈര്യമുണ്ട് ഇപ്പൊ. കാരണം നിയമത്തിൽ തന്നെ സ്ത്രീകൾക്ക് അനുകൂലമായിട്ടുള്ള ഒരുപാട് വിധികൾ വന്നിട്ടുണ്ട് അല്ലെ? അപ്പൊ അശ്വന്ത് പറഞ്ഞതുപോലെ പലരും ചോദിക്കുന്നുണ്ട്, പുരുഷന്മാർക്ക് സേഫ്റ്റി ഇല്ല, അല്ലെങ്കിൽ പുരുഷന്മാരെ ഇതുപോലെ നോട്ടം കൊണ്ടും പ്രവൃത്തി കൊണ്ടും ഒക്കെ പീഡിപ്പിക്കുന്നുണ്ട് പല സ്ത്രീകളും. അല്ല, അങ്ങനെ ഒരു ആശയം വന്നിട്ടുണ്ട്. ഈ ജസ്റ്റിസ് വർമ്മ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പോയപ്പോൾ തന്നെ, അപ്പോൾ അന്ന് ഞാനൊരു എൻ ജി ഒയിൽ ഭാഗമാണ്, ഞാൻ റിട്ടയർ ചെയ്തപ്പിന് അത് ഉണ്ടായത്. അപ്പോൾ അവിടെ തന്നെ അന്നൊരു ക്രിറ്റിസിസം ഉണ്ടായത്, ഇപ്പം വക്കീല് പറഞ്ഞത് പൊതുസ്ഥലങ്ങളിൽ നോട്ടത്തിനല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്, വോയേറിസത്തിനാണ്. വോയേറിസം എന്ന് പറഞ്ഞാൽ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എത്തി നോക്കുക, ഡ്രസ്സ് മാറുമ്പോൾ എത്തി നോക്കുക, അല്ലെങ്കിൽ സ്വകാര്യതയുണ്ടെന്ന് സ്ത്രീ വിചാരിക്കുന്ന ഒരു സമയത്ത് ആ സമയത്ത് സ്വകാര്യത ലംഘിച്ച് നോക്കുന്നതിനാണ് വോയേറിസം എന്ന് പറയുന്നത്. പക്ഷെ ആദ്യം പറഞ്ഞു 354 IPC ഇത് ആപ്ലിക്കബിൾ ആണ്. പൊതു സ്ഥലത്ത് വെച്ച് ഒരു സ്ത്രീക്ക് അവളെ ലൈംഗികമായി ആക്രമിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന രീതിയിൽ അവൾക്ക് തോന്നിയാൽ മതി. പുരുഷന് തോന്നണമെന്നില്ല, തോന്നൽ സ്ത്രീക്കാ. ഞാൻ ആക്രമിക്കപ്പെടുമെന്ന് പറഞ്ഞ രീതിയിൽ ഒരാൾ നോക്കിയാലും അതിനും നമുക്ക് അതൊരു കുറ്റമായിട്ട് നമുക്ക് പരിഗണിക്കപ്പെടാം. പക്ഷെ അങ്ങനെയുള്ള കേസൊന്നും ഇതുവരെ കേരള പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുള്ളത് വേറെ കാര്യം. ഒരു സ്ത്രീ പരാതിപ്പെട്ടില്ലെങ്കിൽ സ്വമേധയാ കേസെടുക്കാൻ ഈ കാര്യത്തിൽ പറ്റില്ല. കാരണം ഈ കാര്യത്തിൽ എന്താന്ന് വെച്ചാൽ ഇതിന് സ്ത്രീയുടെ മനസ്സിൽ എന്തായിരുന്നു തോന്നലുണ്ടായത്. ഇതിനകത്ത് വേറൊരു അപകടം എന്ന് പറഞ്ഞാൽ ഇത് സദാചാര പോലീസിങ്ങിന് വലിയ സദാചാര പോലീസിങ്ങിന്, അതായത് ഒരു പെൺകുട്ടിക്ക് ഒരാൺ ഞാൻ എന്നെ നോക്കണമെന്ന് ആഗ്രഹിക്കാൻ അധികാരമുണ്ട്. അത് സ്ത്രീയുടെ സ്വാതന്ത്ര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു പെൺകുട്ടിക്ക് അതിന് വിരോധമില്ലെങ്കിൽ ഇത് സദാചാര പോലീസ് ഇതൊരു പെൺകുട്ടിയുടെ സ്വാതന്ത്ര്യം ഇല്ലാതാക്കാനുള്ള ഒരു വടിയായിട്ട് ഉപയോഗിക്കാനുള്ള ഒരു അപകടം കൂടിയുണ്ട്. അത് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ നമ്മൾ ഇതിനകത്ത് വളരെ വളരെ കൃത്യമായിട്ടുള്ള ഒരു നിയമനിഷ്ഠയോടുകൂടി മാത്രമേ ഈ കാര്യങ്ങളെ സമീപിക്കാവൂ. ഒരു സ്ത്രീ, ഇതിനകത്തിൽ ഏറ്റവും പ്രധാനം സ്ത്രീയുടെ സ്വകാര്യതയും സ്ത്രീയുടെ അന്തസ്സും, അവൾക്ക് അരോചകമായ ഒരു അനുഭവമായിരുന്നോ ഈ ചേഷ്ട എന്നുള്ളതാണ് ഏറ്റവും ക്രിട്ടിക്കലായിട്ടുള്ളത്. അതുകൊണ്ട് പോലീസുകാരും നാട്ടുകാരും ഇന്ന അശ്വിനെതിരെ കേസെടുക്കണം, ദാമോദരനെതിരെ കേസെടുക്കണം എന്ന് പറഞ്ഞ് പരാതി പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുന്നത് അവർക്കെതിരെ കേസെടുക്കുന്ന ഒരു വലിയ അപകടമാണ്. അത് സദാചാര പോലീസിങ്ങിനെയൊക്കെ വഴിതെളിക്കും. ഇത് സ്ത്രീയുടെ സ്വകാര്യതയും സ്ത്രീയുടെ ശാക്തീകരണവും സ്ത്രീയുടെ സ്വാതന്ത്ര്യവുമാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത്. ജെയിംസ്, കുറെ കാലങ്ങൾക്ക് ശേഷമാണ് നമ്മൾ കാണുന്നത് അല്ലേ? നമ്മൾ സമൂഹത്തിൽ കാണുന്നത് ഒരാളുടെ പെരുമാറ്റം കണ്ടുകൊണ്ടും വസ്ത്രധാരണം കണ്ടുകൊണ്ടും അവരുടെ പല രീതിയിലുള്ള കാഴ്ചകളിലൂടെയാണ് ഒരു സ്ത്രീയും പുരുഷനും പരസ്പരം ഇഷ്ടപ്പെടുന്നതും വെറുക്കുന്നതും. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ എങ്ങനെയായിരിക്കും രണ്ടുപേരും ഈ പറയുന്ന മാതിരി എങ്ങനെയാണ് ഇഷ്ടപ്പെട്ട് ജീവിതം തുടങ്ങിയത്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ജീവിതത്തിൽ അല്ലെങ്കിൽ പ്രേമത്തിന് കാഴ്ച ഒരു പ്രശ്നമല്ല. ആർക്കാണെങ്കിലും
കാഴ്ച എന്ന് പറയുന്ന പ്രേമത്തിന് കണ്ണും ഇതൊന്നും കാഴ്ചയൊന്നും ഒരു ബാധകമല്ല. അപ്പോൾ അതൊരു പ്രശ്നമല്ല. പിന്നെ ഇപ്പോൾ ഇവിടെ പരാമർശിച്ച കേസ് 14 സെക്കൻഡ്. ഇപ്പോൾ അതേ ആൾക്കാർ തന്നെ പറയുകയാണ് ഇപ്പോൾ 14 സെക്കൻഡ് പ്രശ്നമല്ല, അര സെക്കൻഡ് നോക്കിയാലും പ്രശ്നം തന്നെയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഒരു ചെറിയ സംശയം ഞാൻ ചോദിക്കാം. നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഓപ്പോസിറ്റാണ് സീറ്റ് വരുന്നത്. അപ്പോൾ ഈ രാജ്യത്തെ ട്രെയിനെല്ലാം അതിനു വേണ്ടി ഇനി സീറ്റുകൾ മാറ്റുക എന്ന് പറഞ്ഞാൽ നടപ്പതുള്ള കാര്യമല്ല. അത് ഒന്ന്. കാരണം ഇപ്പോൾ ഈ ഇരിക്കുന്നതിന് എനിക്ക് കുറച്ച് കാണാം. ഈ ഇരിക്കുന്നതിന് ഇപ്പോൾ ഓപ്പോസിറ്റ് ലേഡീസാണ് ഇരിക്കുന്നത്, നമ്മൾ ജെൻസ് ഇരിക്കുകയാണ്. അതൊന്നും ഓട്ടം വരാം. പിന്നെ കുട്ടികൾ എന്ന് നിങ്ങൾ പരാമർശിച്ചു. ഈ ഓർഡിനൻസ് കൊണ്ട് ഋഷിരാജ് സിംഗ് സാർ കുട്ടികളെ മാത്രം എന്തിനാ ബലികേടാക്കുന്നത്? മുതിർന്നവൻ 60 വയസ്സ് 65 വയസ്സുകാരൻ 6.5 വയസ്സുള്ള കുട്ടിയെ പീഡിപ്പിച്ചു, പിന്നെ പെരുമ്പാവൂർ സ്റ്റേഷനിൽ അറസ്റ്റ് എന്നിട്ട് നമ്മളെപ്പോഴും ഈ മീഡിയാസിലും അതുപോലെ സോഷ്യൽ മീഡിയാസിലും വെറുതെ പേരുണ്ടാക്കാൻ വേണ്ടി ചുമ്മാ 14 സെക്കൻഡ് 12 സെക്കൻഡ് എന്ന് പറഞ്ഞ് എല്ലാ മാധ്യമങ്ങൾക്കും പേരെടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു ജനശ്രദ്ധ ഒന്നിലേക്കങ്ങ് മാറ്റാൻ വേണ്ടി എല്ലാം അതിൻ്റെ പിന്നെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. എന്നെ സമീപം നിങ്ങൾ നേരത്തെ പരാമർശിച്ച മാതിരി നമ്മൾ നല്ലൊരു രീതിയിൽ ഒരു ലേഡിയോട് പെരുമാറുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നവുമില്ല. ഞാൻ അനുഭവസ്ഥനാണ്. ഞാൻ എനിക്ക് ഗാനമേളയ്ക്ക് ദുബായി പോയ സമയത്ത് ദുബായ് ഫെസ്റ്റിവൽ കാണാൻ വേണ്ടി ഞാനും എൻ്റെ മോനും വൈഫും ഞങ്ങളെല്ലാം ബ്ലൈൻഡാണ്. അങ്ങനെ രസമായിട്ട് ഞാൻ പോയിക്കൊണ്ടിരിക്കുക. ഞാൻ അറിഞ്ഞുകൊണ്ടല്ല, അറിയാതെ ഈ തിരക്കിനിടയ്ക്ക് ഒരു അറബ് സ്ത്രീയുടെ ചെരുപ്പി കയറി ചവിട്ടി, ചെരുപ്പ് ടപ്പനെ പൊട്ടി. അവിടെ എന്ന് വെച്ചാൽ സ്ത്രീകളെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ ശിക്ഷ ഭയങ്കരമാണ്. ഇവിടുത്തെ പോലൊന്നും അല്ല. ഇവിടെ ആണെങ്കിൽ നമ്മൾ സ്ത്രീകളെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ ഹലോ എന്നാൽ ഇന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഇന്ന ആളാണ് വിളിക്കുന്നത്, നമ്മളെ പയ്യനാണ്, അവനെ വെറുതെ വിട്ടേര്, അവൻ ടപ്പനെ അവിടെ നിന്ന് മുങ്ങും. അത് മാത്രമല്ല ഇല്ല, അതിനുവേണ്ടി നമ്മൾ ഒരു വക്കീലിനെ കാണാൻ പോയാൽ പോലും വക്കീലന്മാർ വരെ തന്നെ ആത്മാർത്ഥയില്ലാത്ത അവരും ക്യാഷിന് ഇതില ഞാൻ ആരെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. അതെ, പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഇതുപോലെ ആരെങ്കിലും വന്ന് റെക്കമെൻഡ് ചെയ്യണേ എന്ന് പറഞ്ഞാൽ. പക്ഷെ പൊതുവെ നമ്മുടെ കേരളത്തിൽ എല്ലാത്തിനും രാഷ്ട്രീയക്കാരെ അല്ലല്ല, നമ്മള് വിഷയങ്ങളെ ജനറലൈസ് ചെയ്യരുത്. ഇത് വരുന്നൊരു പ്രശ്നമുണ്ട്. എല്ലാ രാഷ്ട്രീയക്കാരും, ഞാൻ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം ഞാൻ പറയട്ടെ, ജെയിംസ് ചേട്ടാ ഞാൻ പറയട്ടെ, എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാം. എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ച് ഏതാണ്ട് കോളേജ് പഠിക്കുന്ന സമയം മുതൽ പോലീസ് സ്റ്റേഷനുകളിൽ കേസുകളിൽ വിളിക്കുന്ന ഒരാളാണ് ഞാൻ. വിവിധ റാങ്കിൽ ഉള്ളവർ വിളിക്കാറുണ്ട്, ഒരുപാട് കേസുകൾ വിളിക്കാറുണ്ട്. ഇന്ന് രാവിലെ കൂടി ഇങ്ങോട്ട് വരുമ്പോഴും ഒരു കേസിൽ എൻ്റെ നാട്ടിലെ സർക്കിൾ ഇൻസ്പെക്ടറെ വിളിച്ചിട്ടാണ് ഞാൻ വരുന്നത്. പെണ്ണ് മോഷണം ഇത്തരത്തിലുള്ള കേസുകൾക്ക് പെണ്ണ് മോഷണം ഇതുപോലുള്ള കുറേ കേസുകളുണ്ട്. ഇത്തരത്തിലുള്ള കേസുകൾക്ക് വിളിക്കില്ല. ഞാൻ വിളിച്ചിട്ടില്ല, ഇന്നുവരെ വിളിച്ചിട്ടില്ല. രണ്ട് എന്റെ ക്രെഡിബിലിറ്റിയാണ്. ഇങ്ങനെ വിളിക്കാതിരിക്കുന്ന ഒരുപാട് പേരുണ്ട്, ഒരുപാട് പേരുണ്ട്. അതില് ഞാൻ റഹീം പറഞ്ഞതിനെ സപ്പോർട്ട് ചെയ്യാണ്. അപ്പൊ എന്റെ 10-35 കൊല്ലം ഞാൻ പോലീസിൽ ജോലി ചെയ്തിട്ടുണ്ട്. ഒരു റെസ്പെക്ടബിൾ ആയിട്ടുള്ള ഒരു നിലവാരമുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനം പോലും ഇതുവരെ ഒരു പെണ്ണ് കേസിൽ ഒരിക്കലും വിളിക്കില്ല. ഞങ്ങള് കെട്ടിപ്പോക്കുന്ന ഞങ്ങളുടെ ഒരു ക്രെഡിബിലിറ്റിയാണ് ഇല്ലാതാവുന്നത്. ഒരിക്കലും വിളിക്കില്ല. ഒരിക്കലും ചെയ്യില്ല. തസ്നി, ഞാൻ തസ്നിയോട് ഒരു കാര്യം ചോദിക്കട്ടെ. മനസ്സുകൊണ്ടാണോ യഥാർത്ഥത്തിൽ നമ്മൾ സ്നേഹിക്കുന്നതും വെറുക്കുന്നതും? തീർച്ചയായിട്ടും മനസ്സുകൊണ്ടാണ്. തസ്നി, എന്താണ് ജെയിംസിൽ കണ്ട ഒരു പ്ലസ് പോയിന്റ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ജെയിംസിനെ ഇഷ്ടപ്പെടാനുണ്ടായ ഒരു കാരണം എന്താണ്? എനിക്ക് സ്കൂളിൽ വെച്ച് തന്നെ അറിയാമായിരുന്നു. അപ്പോൾ പല സമയത്തും മറ്റുള്ള പെരുമാറ്റവും മറ്റു കാര്യങ്ങളും, പിന്നെ അതിലുപരി എനിക്ക് ശബ്ദം ഇഷ്ടപ്പെട്ടു. അതാണ് ഞാൻ കേട്ടിട്ടുള്ള. ഒരാളെ ഇഷ്ടപ്പെടാനും വെറുക്കാനും നോട്ടം ഒരു പ്രശ്നമല്ല എന്നാണോ തസ്നിയുടെ ഒരു അനുഭവം? അതിനെക്കുറിച്ച് എനിക്ക് അഭിപ്രായം പറയാൻ പറ്റത്തില്ല, കാരണം ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. നോട്ടം എന്താണെന്ന് എനിക്ക് അതിനെക്കുറിച്ച് അറിഞ്ഞൂടാ. അപ്പം അറിയാത്തൊരു കാര്യത്തെക്കുറിച്ച് പറയാൻ പാടില്ല. അപ്പൊ ശബ്ദം എനിക്ക് മാധുര്യം കേട്ടാണോ ഇഷ്ടപ്പെട്ടത്? തീർച്ചയായിട്ടും ശബ്ദത്തിന്റെ മാധുര്യം കേട്ട്. ശബ്ദം നല്ല ശബ്ദമാണെങ്കിൽ എനിക്ക് ഇപ്പോഴും കേൾക്കാൻ, ആരുടെ ശബ്ദമാണെങ്കിൽ അതിപ ആരുടെ നല്ല ശബ്ദമാണെങ്കിൽ ഇപ്പോഴും കേൾക്കാൻ എനിക്കിഷ്ടമാണ്, കേൾക്കുകയും ചെയ്യും. എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുമായിരുന്നു പണ്ട്, കുറേ വർഷങ്ങളായിട്ട് എന്നെ ഫോണിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുമായിരുന്നു. തസ്നി, നോട്ടത്തിന്റെ കാപട്യം സത്യം പറഞ്ഞ തസ്നിക്ക് അറിയില്ല. കാഴ്ച ഉള്ളതാണോ സമൂഹത്തിന്റെ കാപട്യം എന്ന് തോന്നുന്നുണ്ടോ? അല്ല, കാഴ്ച എനിക്ക് എന്തായാലും കാഴ്ച ഇല്ലാത്തത് കൊണ്ട് കാഴ്ചയെക്കുറിച്ച് എനിക്ക് ഒരു ഇതിൽ കാണണം എന്നുള്ളൊരാഗ്രഹം എനിക്ക് തോന്നാറുണ്ട്. എങ്ങനെയായിരിക്കും കാണുമ്പോൾ, എങ്ങനെയായിരിക്കും എൻ്റെ മുഖം, എങ്ങനെയായിരിക്കും. നേരത്തെ ജെയിംസ് പറഞ്ഞു
വാർത്തകളിൽ വരുന്നത് മുഴുവനും ഇത്തരം പീഡനങ്ങൾ നോക്കി പേടിപ്പിച്ചു, അല്ലെങ്കിൽ തോണ്ടി പേടിപ്പിച്ചു, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള പീഡനം. എപ്പോഴെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ ഒരു തരത്തിൽ നമ്മൾ ഇതൊന്നും കാണാത്തത് നന്നായി എന്ന്? അത് തീർച്ചയായിട്ടും വിചാരിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള ലോകത്ത് കാഴ്ചയില്ലാതെ ജീവിക്കുന്നതാണ് നല്ലത് എന്ന് പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ ബൈബിള് വായിക്കുമ്പം അതിൽ പറയുന്നുണ്ട്, ശരീരത്തിന്റെ വിളക്കാകുന്നു കണ്ണ്, കണ്ണ് ചുവല്ലെങ്കിൽ അത് ചൂന്നെടുത്ത് കളയാൻ ബൈബിളിൽ വായിച്ച് കേട്ടിട്ടുണ്ട്. സെൽഫിയിൽ ഒരു ചെറിയ ഇടവേള, ദുഷ്ടലാക്കോടുകൂടെ നോക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും കേസ് മുമ്പിൽ വന്നിട്ടുണ്ടോ? ഇഷ്ടം പോലെയുണ്ട്. പെൺകുട്ടികളാണോ ആൺകുട്ടികളാണോ? പെൺകുട്ടികളാണ്. ആ രീതിയില് ഇപ്പം ദുഷ്ട നോട്ടം മാത്രമല്ല, അതിനും അപ്പുറത്തോട്ട് പോകുന്ന ഒരുപാട് സ്നേഹപ്രകടനത്തിനകത്ത് ചെന്ന് വഞ്ചിക്കപ്പെട്ട ഒരുപാട് കുട്ടികൾ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ആദ്യത്തെ നോട്ടമാണല്ലോ അത് ലീഡ് ചെയ്യുന്നത്. അത് ഒരുപാട് പ്രശ്നത്തിലേക്ക് വന്നു. എസ്പെഷ്യലി ഇപ്പം നമ്മുടെ ഫേസ്ബുക്കും അങ്ങനത്തെയൊക്കെ ഉള്ള മീഡിയ ഉള്ളത് കൊണ്ടും അതിൽ കൂടെ പരിചയപ്പെട്ടും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. പക്ഷെ അതിനൊന്നും ഒരു പരിഹാരം എന്ന് പറയാനായിട്ട് ഇത്രയേറെ ഇങ്ങനെ അവയർനെസ് കൊടുത്തിട്ട് പോലും ഇപ്പോഴും ഇങ്ങനെ ചീറ്റിങ്ങിൽ പെണ്ണുങ്ങൾ ചെന്ന് പെടുന്നുണ്ട്. ഇഷ്ടംപോലെയുണ്ട്. ഇതിപ്പോ ഒരു മ്യൂച്വൽ നോട്ടത്തിന്റെ കാര്യമാണ് പറയുന്നത്, പരസ്പരം ഇഷ്ടപ്പെട്ടുകൊണ്ട് നോക്കുന്ന നോട്ടതാണ്. നമ്മുടെ നിയമവും ഇപ്പറഞ്ഞ വിഷയം എന്ന് പറയുന്നതും ഏകപക്ഷീയമായിട്ടുള്ള നോട്ടമാണ്. അതായത് മറുഭാഗത്തിന് ഇഷ്ടപ്പെടാതെ നോക്കുമ്പോഴാണ്. ഇപ്പൊ നിങ്ങളെയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു പുരുഷൻ നിങ്ങൾ എത്ര കണ്ട് നോക്കി കഴിഞ്ഞാലും നിങ്ങൾ അത് ആസ്വദിക്കുകയുള്ളൂ. നേരെ മറിച്ച് ഇഷ്ടപ്പെടാത്ത ഒരുത്തൻ ഒരു സെക്കൻഡ് നോക്കിയാൽ പോലും ഇഷ്ടപ്പെടുത്തു. നോക്കിയില്ലെങ്കിൽ പരാതി വരും. അത് പരാതിപ്പെടാൻ പറ്റൂല. നമുക്ക് ഋഷിരാജ് സിംഗ് സ്ത്രീ സംരക്ഷണത്തിന് വേണ്ടി പറഞ്ഞ മറ്റൊരു കമന്റ് കേൾക്കാം. നിങ്ങളുടെ ഇപ്പോൾ തന്നെ താങ്കളുടെ ഇവിടെ ഇപ്പോൾ ഇരിക്കുന്ന പെൺകുട്ടികളുടെ സ്ത്രീകളുടെ ബാഗ് താങ്കളുടെ നോക്കിയാൽ ആ ബാഗിൽ തന്നെ ഒരാളെ നേരിടാനുള്ള എന്തെങ്കിലും ഒരു സാധനം താങ്കളുടെ ബാഗിൽ ഉണ്ടോ? Are you carrying a knife, which you are supposed to? Are you carrying a chili powder, chili spray also? ഇതൊക്കെ ഇവിടെ ചെയ്യാനുള്ള സമയം കഴിഞ്ഞിരിക്കുന്നു. ഇങ്ങനെയുള്ള ഇപ്പൊ 14 സെക്കൻഡ് ഉള്ള നോട്ടം, അതപ്പോ നമുക്ക് ആ 14 എന്നുള്ള ആ അക്കം നമുക്ക് വിടാം. ഒരാളുടെ നോട്ടം നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ ധൈര്യമായിട്ട് പോയി പരാതിപ്പെടാൻ തയ്യാറാവും? തയ്യാറാവും. എപ്പോഴെങ്കിലും പ്രതികരിക്കണം എന്ന് തോന്നിയ നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് എന്തേ പരാതിപ്പെടാതെ? പരാതിപ്പെടാനല്ല, അപ്പോ ട്രെയിനിലും ബസ്സിലൊക്കെ ട്രാവൽ തോണ്ടലൊക്കെ ഉണ്ടാവാറുണ്ട്. പ്രതികരിച്ചിട്ടുണ്ടോ? പ്രതികരിച്ചിട്ടുണ്ട്. ഈ സമൂഹം തിരിച്ച് കുട്ടിയെ സഹായിച്ചിട്ടുണ്ടോ, അതോ നീ പോയി അടുത്ത് നിന്ന് അത്തരം കുറ്റപ്പെടുത്തലാണോ? ഇല്ല, സഹായിച്ചിട്ടുണ്ട്. നമുക്ക് ഇത്തരം നിയമങ്ങളുണ്ട് എന്നുള്ളത് എത്രമാത്രം കുട്ടികൾക്ക് ബോധവൽക്കരിക്കാനുള്ള ഒരു അറ്റംപ്റ്റ് ആയിരുന്നു ഇപ്പോൾ സാർ നടത്തിയത്. അപ്പോൾ തന്നെ കണ്ട ഫലം കണ്ടില്ലേ? ധാരാളം ഈവൻ സ്കൂൾസിൽ വളരെ ചെറിയ ഘട്ടങ്ങളിൽ പോലും ഇപ്പോഴത്തെ കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് ഈ പറയുന്ന കൊച്ചുകുട്ടികൾക്ക് അവർക്ക് മനസ്സിലാകുന്ന തരത്തിൽ, മുതിർന്നവർക്ക് അങ്ങനെ ഈ പറയുന്ന നിയമബോധവൽക്കരണം, പ്രത്യേകിച്ചും സ്ത്രീകളുടെ സുരക്ഷ. ഇവിടെ അശ്വിന്ത് പറയുന്ന കേട്ടു പുരുഷന്മാർക്ക് ഒരു നിയമവും ഇല്ലെന്ന്. ബാക്കി എല്ലാ നിയമങ്ങളും പുരുഷന്മാർക്കുള്ളതാണ്. ഈ 5-6 നിയമങ്ങളല്ലേ ഉള്ളൂ സ്ത്രീകൾക്ക് വേണ്ടി. എന്തുകൊണ്ടാണ് അവർക്കെതിരെ ഒരു സുപ്രഭാതത്തിൽ പൊട്ടിപ്പൊളച്ച് വരുന്നതല്ല സ്ത്രീ സംരക്ഷണ നിയമങ്ങൾ. സമൂഹത്തിൽ നടക്കുന്ന അട്രോസിറ്റീസ് കണക്കിലെടുത്ത് ഇനിയെങ്കിലും ഒരു നിയമം വേണ്ടി. ഈ പറയുന്ന ഗാർഹിക പീഡനമൊക്കെ 2005 വന്നുള്ളൂ. അതുവരെ ഗാർഹിക പീഡനങ്ങളൊന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല. ഞാൻ തമാശക്ക് വേറൊരു കാര്യം ചോദിക്കോട്ടെ. ഇപ്പൊ ഭാര്യയും ഭർത്താവും, ഭർത്താവ് വേണമെങ്കിൽ ഭാര്യയോട് തുറച്ചു നോക്കിക്കൂടെ? എന്ന് ഇയാൾ എന്നെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നു, പരാതി പറയാൻ. അല്ല, ഈ പരാതിയിൽ ഒരു പരാതിയിൽ കഴമ്പ് വേണമല്ലോ. കാര്യം എന്ന് പറഞ്ഞാൽ ഭർത്താവിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നോട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീക്ക് അവളെ ലൈംഗികപരമായിട്ട് മോശമാക്കുന്ന തരത്തിലുള്ള നോട്ടത്തിനെയാണ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ നിയമം വന്നിരിക്കുന്നത്. ലൈംഗികപരമായി മാത്രമേ ഉള്ളൂ, ശത്രുതാപരമായിട്ട് നോക്കുന്നതിനെ അങ്ങനെ നിയമത്തിന്റെ വകുപ്പിൽ പെടുത്തിയിട്ടില്ല. അതാണ് അതെ. ഐ മീൻ ഔട്ട്റേജിങ് യുവർ മോഡസ്റ്റി, അതാണ് പറയുന്നത്. പിന്നെ അവളുടെ പ്രൈവസിയെ ഹനിക്കുന്ന തരത്തിലുള്ള നോട്ടം. ഒരു ഭർത്താവിനും ഭാര്യയ്ക്കും ഇടയിൽ എന്ത് പ്രൈവസിയാണുള്ളത്? അത് പറയാൻ പറ്റുമോ? അതല്ലല്ല, പക്ഷെ അങ്ങനെ ഒരു നിയമം ഇതുവരെ നമ്മുടെ നാട്ടിൽ വന്നിട്ടില്ല. ഭർത്താവിന്റെ നോട്ടം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഭാര്യമാരെ ബലാത്സംഗം ചെയ്യുന്ന ഭർത്താക്കന്മാരുടെ കേസ് വന്നിട്ടുണ്ട്. അത് നിയമത്തിന്റെ മുന്നിൽ തെറ്റ് തന്നെയാണ്. സ്ത്രീക്കുള്ള ഫ്രീഡം, അതായത് ഒരു ഭർത്താവാണെങ്കിൽ പോലും അയാളിൽ നിന്നുള്ള ഇത്തരത്തിലുള്ള പെരുമാറ്റം സഹിക്കേണ്ട എന്നുള്ളത്. പക്ഷെ നോട്ടത്തിന്റെ കാര്യം വരുമ്പോൾ പുറത്തുള്ള ആൾക്കാരെ മാത്രമാണ് നമ്മൾ നിയമത്തിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. ആ ഒരു നോട്ടം പോലും ഇവിടുത്തെ പെൺകുട്ടികൾ ആരും പരാതിപ്പെടുന്നില്ലല്ലോ. ഈ നോട്ടം കൊണ്ട് മാത്രം ആരും ഇറിറ്റേറ്റഡ് ആവുന്നില്ല. ഒന്നല്ലെങ്കിൽ 2 ദിവസം കഴിയുമ്പോൾ ഈ പറയുന്ന
നോട്ടക്കാരൻ പൊയ്ക്കോളും. ധൈര്യം വരുന്നില്ല. അല്ല, പലർക്കും എന്താ വെച്ചാൽ ഇവിടെ ധൈര്യം പരാതി കൊടുത്താലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നാണ് പറയുന്നത്. പൊതുവായിട്ടുള്ളൊരു ധാരണയാണ്. ഇവിടെ എത്ര പേരുണ്ട് എന്നെ നോക്കി, ഈ ഒരു ചെറുക്കൻ എന്നെ നോക്കി എന്ന് പറഞ്ഞ് പരാതി കൊടുക്കുന്ന എത്ര പേരുണ്ട് ഇവിടെ? പരാതി കൊടുക്കില്ല ഫസ്റ്റ് ഓഫ് ഓൾ. എന്താണ് ഈ നോട്ടത്തിന്റെ വൈകല്യം? അതല്ല, നോട്ടത്തിന്റെ മനുഷ്യരാകുമ്പോൾ നോക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഒരു സ്ത്രീയെ ലൈംഗികപരമായിട്ട് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പരാതിപ്പെടാൻ ഉള്ളിൽ ആഗ്രഹം ഉണ്ടെങ്കിലും കുഞ്ഞുങ്ങൾക്ക് പേടിയാണ്. ഇത് അവസാനം ഇത് എവിടെ ചെന്ന് എത്തും? അല്ല, ഇത് വൈരാഗ്യം മാത്രമല്ലോ, ടീൻസിലുള്ള പെൺകുട്ടികൾ ചിലപ്പോൾ നോട്ടം സഹിച്ചെന്നിരിക്കും. അതുപോലെയല്ല ഒരു 30s 40s സ്ത്രീകൾ. അതിന് പ്രതികരിക്കാനുള്ള ചാൻസ് ഇല്ല. 8 വയസ്സ് 9 വയസ്സുള്ള കുഞ്ഞുങ്ങൾ ഇതേ രീതിയിൽ ചെന്ന് പെട്ടുപോകാറുണ്ട്. ഒരുപാട് ലൈംഗിക ചൂഷണത്തിന്റെ അകത്ത് പെട്ടുപോകാറുണ്ട്. പേടിയാണ് കുഞ്ഞിന് ഇത് എവിടെ ചെന്ന് പറയണം. പാരന്റ്സിനോട് ഇപ്പൊ ആ കുട്ടി പറഞ്ഞ പോലെ പാരന്റ്സിനോട് പറയണോ? പറഞ്ഞാൽ അവരെങ്ങനെ പ്രതികരിക്കും? ചെന്ന് ചോദിച്ചാൽ ആ ചെറുക്കൻ്റെ ആൾക്കാർ തിരിച്ച് കൊട്ടേഷനെ വിടുവോ? ഇതൊക്കെ ഒരുപാട് ഇതിൻ്റെ അകത്ത് കാര്യങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് പല വ്യക്തികളും ഇത് പറയുന്നില്ല, അല്ലെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു ഫേം സൊല്യൂഷൻ കിട്ടുമെന്നുള്ള ഒരു ഇത് മീഡിയയിൽ കൊണ്ടുവരണം. ഇന്നടുത്ത് പോയി കംപ്ലൈന്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു ഫേം സൊല്യൂഷൻ കിട്ടും എന്നറിയുവാണെങ്കിൽ കുറെ കൂടെ ആൾക്കാർ ഇത് മുന്നോട്ട് വരും. ഞാൻ ചോദിക്കട്ടെ, ഒരു കുട്ടിയുടെ അമ്മയ്ക്ക് എൻ്റെ മകളെ ഒരാൾ ഇങ്ങനെ ഒരു വല്ലാത്ത നോട്ടം നിരന്തരം മാനസികമായി പീഡിപ്പിക്കുന്നു എന്ന് കുട്ടി പരാതിപ്പെടാതെ ഒരമ്മയ്ക്ക് മകൾക്ക് വേണ്ടി പരാതിപ്പെടാൻ പറ്റും? തീർച്ചയായിട്ടും പരാതിപ്പെടാൻ പറ്റും. കാരണം അതിപ്പം പേരന്റിനോ ഗാർഡിയനോ അല്ലെങ്കിൽ സംരക്ഷണ ചുമതലയുള്ള ആർക്കോ തീർച്ചയായിട്ടും പരാതിപ്പെടാം. ഭാര്യയെ നോക്കിയാൽ ഭർത്താവിന് പരാതിപ്പെടാം. കാരണം കംപ്ലൈന്റ് മസ്റ്റ് കം. അതായത് ആ കംപ്ലൈന്റ് പറയുന്ന ആൾക്ക് ഈ സ്ത്രീയുടെ മനസ്സറിയാവുന്ന ഒരാളായിരിക്കണം. കാരണം സ്ത്രീയുടെ മനസ്സാണ് ഇതിനകത്തില് പ്രധാനം. രണ്ടായി കാണണം. ഈ ദുരുപയോഗം ഒരുപാട് നടക്കുന്നുണ്ട്. ഇപ്പൊ ഗാർഹിക പീഡന നിരോധന നിയമം വലിയ രീതിയിൽ ദുരുപയോഗം ചെയ്യുന്ന നിയമമാണ്. ഇപ്പൊ അതിന് ഒരു പ്രിവെൻഷൻ ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അത് വെച്ചാല് SP-യുടെ അനുമതി ഇല്ലാതെ, പ്രയർ സാങ്ഷൻ ഇല്ലാതെ അത്തരം കേസുകളിൽ അറസ്റ്റ് പാടില്ല എന്നൊരു നിയമം ഇപ്പൊ കീഴ്വഴക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അത്തരത്തിലുള്ള പ്രിവെൻഷൻസ് നമുക്ക് എടുക്കാനേ പറ്റൂ. ദുരുപയോഗം ചെയ്യുന്നുണ്ടാവും, പക്ഷെ ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് കരുതി ഒരു നിയമം നമുക്ക് ഉണ്ടാക്കാതിരിക്കാൻ കഴിയില്ല. ഒന്ന്. രണ്ടാമതൊരു കാര്യം, ഈ നിയമം ഉപയോഗിക്കുന്നില്ല എന്ന് വരുന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നം. അത് നിർഭയമായി ഈ നിയമങ്ങൾ ഉപയോഗിക്കാൻ കഴിയും വിധമുള്ള ക്യാമ്പയിൻസ് ആണ് വേണ്ടത്. അത് ഇത്തരത്തിലുള്ള മീഡിയ, അതുപോലെ അവയർനെസ് ക്യാമ്പയിൻസ്. അത് ഈ പറയുന്നത് പോലെ ശ്രീ ഇർഷാദ് സിംഗ് നടത്തിയ പ്രയോഗം ഈ പറയുന്നത് പോലെ അല്പം ഫ്ലവറിംഗ് ഇട്ട് വാർത്തയായിക്കോട്ടെ, ഒരു എയർ ടൈം തനിക്ക് കിട്ടിക്കോട്ടെ എന്ന് കരുതിയൊന്നും ആരെങ്കിലും സംശയിച്ചാൽ കുറ്റം പറയാൻ പറ്റില്ല. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള സർക്കാർ മിഷനറീസ്, NGOs ഒക്കെ നടത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ മൂന്നാമതൊരു കാര്യം, നിയമങ്ങൾ കൊണ്ട് മാത്രം ഇത് പരിഹരിക്കാനാകില്ല. ഇതൊരു സൊസൈറ്റിയുടെ ആറ്റിറ്റ്യൂഡാണ്, സമൂഹത്തിന്റെ മാനസികമായ ഇപ്പൊ സ്ത്രീധന നിരോധന നിയമമുണ്ട്. ഇവിടെ എത്ര പേരുണ്ട് സ്ത്രീധനം വാങ്ങിക്കാതെ വിവാഹം ചെയ്യുന്നത്? നിയമമുണ്ട്. അത് അല്ല, ഞാൻ ഞങ്ങൾ ഒരുപാട് പേരുണ്ട്. അതിനകത്ത് അതല്ല, ഇതിനകത്ത് നമ്മൾ ഒരു കൾച്ചറിലേക്ക് വളരണം. ഒരു സ്ത്രീ, ഒരു പെൺകുട്ടി എന്നത് ഇൻഡിവിജ്വൽ ആണ്. അവൾക്ക് വ്യക്തിപരമായ അവളുടേതായ സ്വാതന്ത്ര്യങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ആ സ്വാതന്ത്ര്യത്തിനെ ഹനിക്കാൻ പാടില്ല എന്നൊരു കൾച്ചറാണ്. ആ കൾച്ചർ ഫീഡ് ചെയ്യുന്ന വിദ്യാഭ്യാസ ക്രമം അല്ല നമുക്ക് ഇവിടെ ഉള്ളത് എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രശ്നം. ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയട്ടെ. ഇവർ പകർന്ന് ആ കോളേജ്, ഞാൻ കേരള യൂണിവേഴ്സിറ്റിയുടെ സിന്ധിക്കലും പറയുന്നത് ഒരു വലിയ ഇഷ്യൂ ആണ്. അതിപ്പോൾ ഞാൻ അശ്വതിനോട് ചോദിക്കായിരുന്നു, വല്ലാതെ പരിഹരിക്കപ്പെട്ടു വന്നു. ആൺകുട്ടികളും പെൺകുട്ടികളും അവിടെ ഒരുമിച്ച് കാണുന്നതിലും ഇടപഴകുന്നതിലും വലിയ വിലക്കുകൾ അന്നുണ്ടായിരുന്നു. ബാരിക്കേഡ് വെച്ചിരുന്നു. ബാരിക്കേഡിന് അപ്പുറത്തും ആൺകുട്ടികളെയും പെൺകുട്ടികളെയും എത്തിയത്. തലസ്ഥാന നഗരത്തിലാണ്. ഞങ്ങളതിനകത്തൊന്ന് ശക്തമായിട്ട് വലിയ ഗൗരവമായിട്ട് ആ കാര്യങ്ങൾ ഇടപെട്ടവരാണ്. ഇപ്പോൾ ഞാൻ അശ്വതിനോട് ചോദിച്ചപ്പോൾ അതൊക്കെ മാറി, ബാരിക്കേഡൊക്കെ എടുത്ത് മാറ്റി. പക്ഷേ ഇപ്പോഴും പെൺകുട്ടികൾക്ക് ഗ്രൗണ്ടിൽ ഇറങ്ങാൻ, ഒരുമിച്ച് ആൺകുട്ടികളോട് മിങ്കിൾ ചെയ്യാൻ പാടാണ്. ഇപ്പോൾ ഒരു സദാചാര സംഘടന, ഇവിടെ സദാചാര മൂല്യം ഉയർത്തിപ്പിടിക്കുന്ന ഒരു മുസ്ലിം മത തീവ്രവാദ സംഘടന ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് ടൂർ പോകുന്നതിനെ എതിർത്തു. ഇതൊക്കെയാണ് പ്രശ്നം. വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെന്റുകളാക്കി മാറ്റുന്ന ഇത്തരം സാമൂഹ്യ ദ്രോഹികൾക്കെതിരായിട്ടാണ് നമ്മൾ ശക്തമായ നിലപാട് സ്വീകരിക്കേണ്ടത്. ഇതൊരു വലിയ കൾച്ചറാണ് ഉയർന്നു വരേണ്ടത്. അത് ആർക്കും ഫീഡ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. നിയമത്തിൽ അച്ചടിച്ച് വെച്ചുകൊണ്ട് എത്ര ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിച്ചാലും നടപ്പിലാക്കാനാകില്ല.
അതിന്റെയൊക്കെ അവയർനെസ് ഒക്കെ നടന്നോട്ടെ, നിയമങ്ങൾ ഉണ്ടായിക്കോട്ടെ. സമൂഹത്തിൽ കുറെ ആൾക്കാർ നല്ല ആൾക്കാർ പഠിപ്പിച്ചുകൊണ്ടുവരണം. നമ്മളൊരു ഇത് നിയമം കൊണ്ടല്ല, ഒരു കുഞ്ഞ് വളർന്നു വരുമ്പോഴേ ഒരു സ്ത്രീ എന്താണ്, അമ്മ എന്താണ്, ഒരു കൂട്ടുകാരിയോട് എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ളത് അവന്റെ അപ്ബ്രിങ്ങിങ്ങിലാണ് അത് നമ്മൾ കൊണ്ടുവരേണ്ടത്. അത് വീട്ടിൽ നിന്ന് തന്നെ അത് പഠിപ്പിച്ചുകൊണ്ട് വരാം. അല്ല, എന്തിനാ ഇത്തരം നിയമങ്ങൾ നോക്കുമ്പോൾ നമുക്ക് നിയമം വേണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. കാര്യം സമൂഹത്തിൽ ഈ കിടക്കുന്ന എല്ലാവരും നല്ലവരായിക്കൊള്ളണം എന്നില്ല എന്ന് കരുതി മോശപ്പെട്ടവർക്ക് വേണ്ടി നിയമങ്ങൾ കൊണ്ട് അവരെ റെഗുലേറ്റ് ചെയ്യേണ്ടെന്ന് പറയാൻ സാധിക്കുമോ? അത് പറ്റില്ല. ഒരു ബ്രേക്ക് കഴിഞ്ഞ് തിരിച്ചു വരാം. നമ്മുടെ ഇടയിൽ ഇങ്ങനെ ഒരു വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്യാൻ വനജ വാസുദേവ് വന്നിട്ട്, വനജ വാസുദേവ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ കൂടെയാണ് കൂടുതൽ കേരളത്തിൽ ഒരു ആളുകളുടെ ഇടയിൽ ഒരു വിമർശിക്കപ്പെട്ട ഒരു ആള് കൂടിയാണ്. എന്താണ് വനജ പറഞ്ഞത്? എന്താണ് ഞാൻ അങ്ങനെ ഒരു പോസ്റ്റ് ഇടാൻ കാരണം? ഒരിക്കലും ഞാൻ എല്ലാവരും എന്നെ തെറ്റിദ്ധരിച്ചു ഒരുപാട്. കാരണം ഇർഷിത സിംഗ് സാറിനെ ഞാൻ കളിയാക്കി ട്രോൾ ചെയ്തു. എന്താണ് എഴുതിയത്? ഞാൻ എഴുതിയത് ഇങ്ങനെയാണ്: അമ്പലപ്പുറമ്പിലാണെങ്കിലും ഇപ്പോൾ പള്ളിയിൽ പോകുന്നിടത്താണെങ്കിലും എതിരെ ആരെങ്കിലും നല്ല കാണാൻ ഹാൻസം ആയിട്ട് അല്ലെങ്കിൽ ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വായി നോക്കും. അങ്ങനെ തന്നെയാണ് ഞാൻ എഴുതിയത്. ഞാൻ വായി നോക്കും. അത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. എതിരെ എനിക്ക് നല്ല ഒരു കൊള്ളാം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ അത് വേറൊരു ദുരുദ്ദേശത്തോടും കൂടിയിട്ടല്ല, ജസ്റ്റ് ഇത് നോക്കും. അത് സ്വാഭാവികമാണ്. നമ്മൾ പോകുമ്പോൾ ഓപ്പോസിറ്റ് ജെൻഡറിലുള്ള ആൾക്കാരെ എന്തായാലും സ്വാഭാവികമായിട്ട് നോക്കും. അപ്പോൾ അത് ആ നോട്ടം ഞാൻ ആസ്വദിക്കുന്നതാണ്. ഞാൻ ഈ ലോ ഫ്ലോർ ബസ്സിലൊക്കെ പോകുമ്പോൾ എന്തായാലും ചിലപ്പോൾ എൻ്റെ നാട്ടിലേക്ക് പോകുമ്പോൾ 1 മണിക്കൂറിൽ കൂടുതലുണ്ടാവും. അപ്പം നമുക്ക് ഈ ലോ ഫ്ലോർ ബസ്സിൽ ഇരുന്നിട്ട് വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. അപ്പോൾ ഓപ്പോസിറ്റുള്ള ആൾക്കാരെ ഇങ്ങനെ നോക്കിയിരിക്കുക എന്നുള്ളത് ഒരു വനജ നോക്കിക്കോ, കുഴപ്പമില്ല. വനജ ഇങ്ങോട്ട് ആരെങ്കിലും ഇങ്ങനെ നോക്കിയാൽ വനജയുടെ പ്രശ്നം ഉണ്ടാവും. എൻ്റെ ഒരു നോർമലായിട്ടുള്ള നോട്ടങ്ങളാണ് ആസ്വദിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾ നോർമലും അബ്നോർമലും അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇവിടെ അദ്ദേഹം പറഞ്ഞത് രൂക്ഷമായിട്ട് നമ്മളെ 14 സെക്കൻഡ് നോക്കുകയാണെങ്കിൽ നമ്മൾക്ക് അത് നിയമപരമായിട്ട് പോകാം എന്നാണ്. ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഇപ്പൊ ഒരാള് സ്വാഭാവികമായിട്ട് നമ്മളെ നോക്കും. നമ്മൾ ഭയങ്കര സുന്ദരിയാണോ സുന്ദരിയല്ലേ അങ്ങനെയൊന്നുമല്ല, സ്വാഭാവികമായിട്ടും അവരുടെ ദൃഷ്ടിയിൽ നമ്മൾ പറഞ്ഞിരിക്കും. അപ്പോൾ ഓക്കെ, നോർമൽ നമ്മൾ നോക്കും, അവർ നോക്കും, അത്രയുള്ളൂ. പിന്നെ ചിലയിടത്തുണ്ടല്ലോ നമ്മൾ അടിമുടി സ്കാൻ ചെയ്ത് നോക്കുന്നത്. അങ്ങനെ നോട്ടങ്ങൾ പല വിധത്തിലുണ്ട്. നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ തന്നെ ആൾക്കാർ നോക്കുന്നതും പല വിധമാണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ചിലർ സ്ട്രെയിറ്റ് ആയിട്ട് പോകും. ഇപ്പോൾ വണ്ടിയെ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ അവരുടെ സൈഡ് മിറർ വെച്ചിട്ട് നോക്കും. അതിന് നോട്ടങ്ങൾ നമ്മൾ ഒബ്സർവ് ചെയ്യണമെങ്കിൽ ഒരുപാടുണ്ട്. സൈഡ് മിറർ വെച്ചിരിക്കുന്നത് അങ്ങനെ നോക്കാനല്ല, പക്ഷെ നോക്കും എന്നാണ് ഞാൻ പറഞ്ഞത്. അവരതിലോട്ട് തന്നെ നോക്കും, ഡയറക്റ്റ് ആയിട്ട് നോക്കില്ല. ചിലരാണെങ്കിൽ തിരിഞ്ഞു നോക്കും. നോക്കിയാലും കേസെടുക്കാനും പറ്റില്ല. നേരിട്ട് നോക്കണം, മിററിൽ കൊണ്ട് നോക്കിയിട്ട് കാര്യമില്ല. അശ്വിൻ, ഇപ്പൊ സത്യത്തിൽ നിങ്ങൾക്ക് ഒരു ഭയമുണ്ടോ പെൺകുട്ടികളെ നോക്കാൻ? ഇത് ഒരു പുലിവാലാവോ എന്നൊരു ഭയമുണ്ടോ? ചെറുതായിട്ട് ഉണ്ട്. നടക്കുന്നില്ല. വലിയ ഉദ്യോഗസ്ഥർക്ക് എന്റെ ഒരു വേണം പറയാല്ലോ, എന്റെ ഒരു ഉണ്ടാക്കി വെക്കുമല്ലോ. ഇപ്പം മേനകാന്തി മേനകാന്തിക്ക് പറഞ്ഞുണ്ടാക്കാം മറ്റേ ഇത് എന്തോന്ന് നമ്മൾ കടിക്കാൻ വരുമ്പോഴത്തേക്ക് തെങ്ങിന്റെ മുകളിൽ അത് മേനകാന്തിക്ക് അറിയാൻ പറ്റൂല്ലോ എന്ന്. അവർക്ക് എ സി കാറിലൊക്കെ പോയാൽ മതി. നമുക്കല്ലേ അറിയാം, നമ്മളൊക്കെ അല്ലേ വഴി കൂടെ നടക്കേണ്ടത്. അതേപോലെയാണ് ഇതും. അതോ പട്ടികളെ അത്രയ്ക്ക് ഉയർത്തിയതാണോ? നിങ്ങൾക്കൊക്കെ സത്യത്തിൽ പേടിയുണ്ടോ അപ്പൊ പെൺകുട്ടികളെ നോക്കാൻ? ഇത് ഈ പറഞ്ഞ പോലെ ഒരു അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗത്തിന്റെ ഒരു ഏട് മാത്രം കേൾക്കുന്നതുകൊണ്ടാണ് അതിന്റെ ബുദ്ധിമുട്ട് വരുന്നത് സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ അല്ലാതെ അത് വ്യക്തമായിട്ട് മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടില്ലാത്ത. കാരണം ഇപ്പോൾ ഒരു പെൺകുട്ടിക്ക് ബുദ്ധിമുട്ടോ ഇല്ല, നമുക്ക് പ്രശ്നം വരുന്ന അവരാരും കംപ്ലൈന്റ് ചെയ്യുന്നില്ല എന്നുള്ളിടത്ത് തന്നെയാണ്. അല്ല ഞങ്ങൾക്ക് പേടിയുണ്ടോന്ന് വെച്ചാൽ ഞങ്ങൾ വായി നോക്കുന്ന ആൾക്കാരെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തായാലും അതിന്റെ ഒരു റെസ്ട്രിക്ഷൻ ഉണ്ട്, എന്തോ നിയമം ഇതുണ്ട്, എന്താണെന്ന് വ്യക്തതയില്ല. 14 സെക്കൻഡ് ആണോ അല്ലയോ എന്ന് സംശയമുണ്ട്. അപ്പോൾ അതിന്റെ ഒരു പേടി അവർക്ക് എന്തായാലും ഉണ്ടാവും. നമ്മളിപ്പോ കോളേജിൽ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന പെൺകുട്ടികളൊക്കെ ഉണ്ട്. ചിലപ്പോ നമുക്ക് അവരെ കണ്ടു മടുത്തിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നമ്മളിപ്പോ നോക്കിയാലും എപ്പോഴും കാണുന്നതല്ലേ. പക്ഷെ പുതിയൊരു കുട്ടി വരുമ്പോ ഒന്ന് പേടിക്കുവോ നോക്കാൻ? പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാര്യമായിട്ടും. ഇപ്പൊ ഇവിടത്തെ ആ കുട്ടി നിങ്ങൾ നോക്കണം, ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? അല്ല പറയുന്ന അല്ല പറഞ്ഞൂടെ, മനസ്സിലായി. ഇവിടെ കൊടുത്തിരിക്കുന്ന ക്യാപ്ഷൻ തന്നെ കൊള്ളാം, വായിച്ചപ്പോ ഇഷ്ടപ്പെട്ടു. വാച്ചിൽ നോക്കിയൊരു വായനോട്ടം. അല്ല, ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഈ ആൺകുട്ടികൾക്ക് വാണിംഗ് കൊടുക്കുന്നതാണോ പെൺകുട്ടികൾക്ക് അതിനുള്ള ചാൻസ് കൊടുക്കുന്നതാണോ? നേരത്തെ എന്റെ സുഹൃത്ത് അശ്വിൻ പറഞ്ഞു ഈ കള്ളം എന്ന് പറഞ്ഞുകൂടെയെന്ന്. ഇപ്പം മാക്സിമം നിങ്ങൾക്ക് അറിയാം, ഈ വുമൻസ് കോളേജിന്റെ ഫ്രണ്ടിലൊക്കെ പോയ
പോയിട്ടില്ല, അത് ഞാൻ എക്സാമ്പിൾ പറയാണ്. പോകുന്നവർക്ക് അറിയാം. ഇപ്പൊ 2 ബോയ്സ് പോയിട്ടുണ്ട്. അവിടെ നിൽക്കുന്നവരൊരു എക്സാമ്പിൾ ആണ് പറയുന്നത്. അവിടെ നിൽക്കുന്നവർക്ക് അറിയാം. ഇപ്പം വുമൻസ് കോളേജ് വിടുമ്പോ അവിടെ 2 ബോയ്സ് വല്ലതും പെട്ടു. ഇവരൊക്കെ ഇങ്ങോട്ട് നോക്കണം, നോട്ടം കണ്ട നമ്മൾ തന്നെ അവിടെ നിന്ന് വരും. അവരെ കമന്റ്സ് ഒക്കെ കേൾക്കണേ ആൺകുട്ടികളെ സത്യം പറയാലോ ഒന്നുമല്ല. അപ്പൊ ഇതിന്റെ ഇതൊക്കെ എന്ത് ചെയ്യും? ഒരു കൂട്ടം കൂടി കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് പറയാം. പെൺകുട്ടികൾ ആൺകുട്ടികൾ ഒരു കൂട്ടമാവുമ്പോൾ ഇങ്ങനെ സംഭവിക്കുന്നു. പെൺകുട്ടികൾ ഒരുപാട് പേര് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലത്തെ ഒരുപാട് മോശപ്പെട്ട കമന്റ്സ് കിട്ടാറുണ്ട്. ഇതിനെവിടെയെങ്കിലും ഗ്യാസ് കൊണ്ട് കൊടുക്കാൻ പറ്റൂല. എവിടെയെങ്കിലും ചെന്ന് പറഞ്ഞാൽ നീയൊക്കെ ആമ്പിള്ളേരല്ലേ, അപ്പൊ പെൺപിള്ളേർക്ക് എന്തും പറയാമോ? അല്ല, പക്ഷെ ഒരു പെണ്ണിന്റെ നോട്ടമായിട്ട് അതും ഒരു അല്ല, ഇതിനകത്തിലൊരു പന്തിയിലൊരു പക്ഷഭേദം ഉണ്ടെന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ അത് ചരിത്രപരമായ കാരണങ്ങളാലാണ്. കാരണം വളരെ ദീർഘനാളുകളായിട്ട് 10,000-2000 വർഷങ്ങളായിട്ട് നമ്മൾ നിയമസംഹിത ഉണ്ടാക്കിയ കാലം മുതൽ തന്നെ സ്ത്രീകൾക്കെതിരായിട്ടുള്ള നിയമങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ മോഡേൺ ആധുനിക ലോകത്തിൽ സംഭവിച്ചിരിക്കുന്നത് ഇതിനൊരു പരിഹാരം, സ്ത്രീയെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് തിരിച്ചു കൊണ്ടുവരിക, അവൾക്ക് സ്വാതന്ത്ര്യം അനുഭവിക്കാനുള്ള ആസ്വദിക്കാനുള്ള അവസരം അവൾക്ക് സൃഷ്ടിച്ചു കൊടുക്കുക. ഇംഗ്ലണ്ടിൽ പോലും ഈ നൂറ്റാണ്ടിലാണ് സ്ത്രീക്ക്, കഴിഞ്ഞ 20-ാം നൂറ്റാണ്ടിലാണ് ഇംഗ്ലണ്ടിൽ പോലും സ്ത്രീക്ക് വോട്ടവകാശം കിട്ടിയത്. സ്ത്രീകൾക്ക് പഠിക്കാൻ സൗകര്യമില്ലായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ സ്ത്രീ സംരക്ഷണ നിയമങ്ങളാണ് ഉണ്ടാക്കുന്നത്, പുരുഷ സംരക്ഷണ നിയമങ്ങളല്ല. അപ്പോൾ അങ്ങനെ ഒരു പക്ഷാഭേദമുണ്ട്. പക്ഷേ പുരുഷ സംരക്ഷണത്തിന് ആവശ്യമില്ല. ഇപ്പം നമ്മൾ ആഗ്രഹിക്കേണ്ടത് എന്താണ്? സ്ത്രീ വളർന്ന് പുരുഷനെ വെല്ലുവിളിച്ച് പുരുഷനേക്കാൾ ഉയർന്ന് പുരുഷനെ പൊതുവെ പീഡിപ്പിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാകുമ്പോൾ നമുക്ക് പുരുഷ സംരക്ഷണം അങ്ങനെയാണ് അത് കാഴ്ചപ്പാട്. കാരണം നൂറ്റാണ്ടുകളായിട്ട് അവൾ സപ്രസ്ഡാണ്. നൂറ്റാണ്ടുകളായിട്ട് അവളുടെ അവകാശങ്ങളെല്ലാം നിഷേധിക്കപ്പെട്ടിരിക്കുന്നു. ഒരു ചെറിയ ഇടവേള കഴിഞ്ഞ് നമുക്ക് വീണ്ടും ചർച്ചയിലേക്ക് തിരികെ വരാം. ഈ 14 സെക്കൻഡ് എന്നുള്ളൊരു പരാമർശം, ഈ 14 സെക്കൻഡ് ഒരു പുരുഷൻ ഒരു സ്ത്രീയെ നോക്കുമ്പോൾ സയന്റിഫിക്കലി അവന്റെ ശരീരത്തിൽ ഉണ്ടാവുന്ന രാസപ്രവർത്തനവും ഒരു കാരണമാണെന്ന് പറഞ്ഞ ചില വാട്സപ്പ് മെസ്സേജുകൾ, അതാണോ ഇത് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു ഞാൻ പറഞ്ഞു ഇപ്പൊ 14 സെക്കൻഡ് തന്നെ വേണമെന്നില്ല. ഇപ്പം ഓരോ വ്യക്തിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പൊ ഒരാള് നോക്കുന്നത് ഒരു ഫ്രണ്ട്ലി രീതി നോക്കുന്നത് കൊണ്ട് അപ്പൊ അതാ പറഞ്ഞ ഓരോരുത്തരും അതുപോലെ എടുക്കുന്നത് എങ്ങനെയാണ്, ഓരോ സ്ത്രീകളിലും അത് വ്യത്യാസമുണ്ട്. ചിലവരങ്ങനെ നോക്കുന്നതുകൊണ്ട് രസിക്കുന്നവരുണ്ട്, അത് അരോചകമായിട്ട് തോന്നുന്നവരുണ്ട്. അത് ഡിപ്പെൻസ് അപ്പോൺ ഓരോ സ്ത്രീയിലും വേരിയേഷൻ വരും, പുരുഷനിലും വേരിയേഷൻ വരുന്നുണ്ട്. അപ്പൊ അത് ഞാൻ പറയുന്നത് ആ സ്ത്രീയിൽ അത് അരോചകം എന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ അവർക്കത് കംപ്ലൈന്റ് ചെയ്യാം. അത് അവർക്ക് അവരെ എന്താണ് ഇറിറ്റേറ്റ് ചെയ്ത് ഇപ്പൊ അവരവിടുന്ന് മാറി വേറൊരിടത്ത് പോയിരിക്കാം, അപ്പോഴും ഇതേ പ്രശ്നം തന്നെ വരുന്നു. അവരെ ഫോളോ ചെയ്യുന്നു, അവരുടെ ഓഫീസിൽ ചെല്ലുന്നു, അവരെ അവിടെ ഇറിറ്റേറ്റ് ചെയ്യുന്നു. ഇങ്ങനെ ഒരു ഇത് വരുവാണെങ്കിൽ തീർച്ചയായിട്ടും അവർ കംപ്ലൈന്റ് ചെയ്യണം. അതിനുള്ള ഒരു ഓപ്ഷൻ നമ്മൾ എവിടെയാ മീഡിയയിൽ നമ്മൾ അത് കുറെ കൂടെ കൊണ്ടുവരണം. ഓരോ സ്ത്രീകളുടെ വ്യത്യസ്തമല്ലേ. നേരത്തെ തസ്നി പറഞ്ഞു ശബ്ദം ആണ് തസ്നിയെ ഏറ്റവും ആകർഷിച്ചത് എന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങളുടെയൊക്കെ ഈ ലോകത്ത് ഈ ശബ്ദം വെച്ചുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ പറ്റിക്കപ്പെടുന്നത് തോന്നിയിട്ടുണ്ട്. ശബ്ദം വെച്ചുകൊണ്ട് പിന്നെ ഒരുപാട് പറ്റിക്കൽ നടക്കുന്നുണ്ട്. നേരായ രീതിയിൽ പോയാലും നമുക്കിപ്പോൾ എത്ര ടെലിവിഷൻ ഇതുണ്ടല്ലോ, ഫോൺ മുഖേന അങ്ങനെ എന്തെല്ലാം ഒരുപാട് പറ്റിയൊരു ഫോൺ വഴിയും പല രീതിയിലും ശബ്ദം മുഖേന നമുക്ക് പറ്റിക്കാം. അത് ഈ അത് മോഷ്ടാവായിട്ട് വരുന്ന അയാളുടെ പെർഫോമൻസാണ് നമ്മളെ ഞങ്ങളും പല രീതിയിലും പല വാക്കിലും ചതിയിലും പെട്ടിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ജീവിതാനുഭവങ്ങൾ കൊണ്ട് പല കാര്യങ്ങളും നമ്മൾ എങ്ങനെ രക്ഷപ്പെട്ട് പോയി എന്നല്ലാതെ സമൂഹത്തിൽ ഏത് വശത്ത് വന്നു നോക്കിയാലും ചതിപ്പെടാൻ നമ്മളുടെ അല്പം മനസ്സൊന്ന് മാറിയാൽ മതി, ചതിപ്പെട്ടിരിക്കുക. അത് ഒരു മാറ്റവും ഇല്ല. അത് ശബ്ദമല്ല, ദൃശ്യമല്ല, ശ്രവ്യമല്ല, എന്തിലായാലും ശരിയല്ല. അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞ കണക്ക് ഇവിടെ നമുക്കിവിടെ പണ്ടാണെങ്കിൽ ഒരു പ്രേമലേഖനം കൊടുക്കണമെങ്കിൽ എന്തോ ഒരു ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇപ്പം അതൊരു പ്രശ്നമേ അല്ല. ആര് വന്നാലും എവിടെ നോക്കിയാലും ഇങ്ങനെ ഇരിക്കുന്നതാണ്. ഒരു മനുഷ്യൻ നമുക്കൊരു സമയം പോലും ഒന്ന് ആശയവിനിമയം നടത്താനോ, എല്ലാവരും മൊബൈലും വെച്ച് ഞാൻ നോക്കിക്കൊണ്ടിരിക്കും. പക്ഷെ ഒരു ആശയവിനിമയം നടത്താനോ പരസ്പരം നമ്മളിലുള്ള ഒരു സൗഹൃദം അതിപ്പോൾ ആർക്കും ഇല്ല. അതാണ് കാരണം. എന്താ ഇപ്പോൾ ഒരു ഗേളിന് ഒരു ലേഡിയോട് ഒരു കുട്ടി, ആൺകുട്ടിക്ക് പെൺകുട്ടിയോട് അല്ലെങ്കിൽ പുരുഷന് സ്ത്രീയോട് സ്നേഹം തോന്നിക്കഴിഞ്ഞാൽ അന്ന്
പ്രേമലേഖനം എഴുതുന്ന ഇതൊക്കെ ഇപ്പൊ അതൊന്നും വേണ്ട, മെസ്സേജ് അയച്ചു കൊടുത്താൽ മതി. എനിക്കൊരു സംശയമുണ്ട് നമ്മുടെ സാറിനോട്, അശ്ലീല മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അതിനെന്തെങ്കിലും നിയമമുണ്ട്? പക്ഷെ ഞാനിത് പറയാൻ ഉദ്ദേശിച്ച കാര്യം, ഒരു ലേഡിക്ക് നമ്മുടെ കേരള പോലീസ് ആക്ട് പ്രകാരം അതെല്ലാം ഒഫൻസാണ്. 119 കേരള പോലീസ് ആക്ട് പ്രകാരം ഇതെല്ലാം. വേറൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ സാർ, ഇപ്പോ എന്ത് കേസ് കൊടുക്കുകയാണെങ്കിലും അതിനൊരു പ്രൂഫും കൂടെ ഉണ്ടാക്കുക എന്നുള്ളത് വെറുതെ ഒരാൾക്ക് ഇപ്പൊ ആ കുട്ടി പറഞ്ഞ മാതിരി ഇവൻ എന്നെ നോക്കി പേടിപ്പിക്കുന്നു, അല്ലെങ്കിൽ അവൻ എന്നെ വിളിച്ചു, അല്ലെങ്കിൽ അവൻ എൻ്റെ അടുത്ത് ഞാൻ റോഡിൽ നിൽക്കുമ്പോൾ എന്നോട് ഇങ്ങനെ പെരുമാറി എന്നൊക്കെ വന്ന ഒരു പരാതി ഞാൻ പറയുകയാണെങ്കിൽ ഇതിനെല്ലാം തെളിവ് വേണമെന്നില്ല. ഇപ്പൊ ഈ നോട്ടത്തിനും എന്ത് തെളിവ് കൊടുക്കും നമ്മള്? ഇപ്പൊ നമ്മളിപ്പം വേറൊരു പല കേസിലും തെളിവ് വേണം. പരിക്കേറ്റെന്ന് പറഞ്ഞാൽ പരിക്ക് കാണിക്കണം, അഴിമതി കേസ് എന്ന് പറഞ്ഞാൽ കാശ് കാണണം. അപ്പൊ അങ്ങനെ പല കേസുകളിലാണെങ്കിലും തെളിവിന്റെ ആവശ്യമുണ്ട്. പക്ഷെ ഈ അശ്വിന്റെ കാര്യത്തിൽ എനിക്ക് സഹതാപമുണ്ട്. കാരണം ഇതിന്റെ തെളിവെന്ന് പറഞ്ഞാല് സ്ത്രീയുടെ മനസ്സിലുണ്ടാകുന്ന തോന്നലാണ്. അശ്വിൻ ഭയങ്കര നിരാശനാണ്. കാരണം സ്ത്രീയുടെ മനസ്സിൽ ഇങ്ങനെ ഒരു തോന്നലുണ്ടായാൽ, ബിക്കോസ് ദ ലോ ഡിഫൈൻസ്, സുപ്രീം കോടതി വരെ പോയപ്പോൾ സുപ്രീം കോടതി പറഞ്ഞത് ഈ 354 പറയുന്ന ഈ മോഡസ്റ്റി എന്ന് പറയുന്നത് ഒരു സെക്ഷൽ ബീയിങ് എന്നുള്ള രീതിയിൽ ആ പെൺകുട്ടിക്ക് തോന്നുന്ന അവൾ ലൈംഗികമായി മാനസികമായി ആക്രമിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് അവൾക്കുള്ള തോന്നലാണ് അതിന്റെ ഗ്രാവമെന്റ് ഓഫ് ദി ഒഫൻസ്. ആ ഒഫൻസിന്റെ സാരാംശം എന്ന് പറയുന്നത് അതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ പെൺകുട്ടി പറയുകയാണ്, പക്ഷെ അത് തോന്നൽ വേണമെങ്കിൽ ഒരു മാനസിക രോഗമായി കൂടെ. അത് വേറെ. ഈ പല ഘട്ടങ്ങളിലും സ്ത്രീയുടെ മൊഴി മാത്രം മതി എന്ന് നിയമത്തിൽ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. മാനസിക പ്രശ്നം ഉണ്ടെങ്കിൽ, മാനസിക പ്രശ്നം ഉള്ളത് അങ്ങനെ പറയുന്നവരും ഉണ്ട്. അതെ, വളരെ ജനറലൈസ് ചെയ്ത് ഇവിടെ വരുന്ന പ്രശ്നം അശ്വന്തിനെ ജഗമോഹൻ സാർ പറഞ്ഞു. അശ്വന്ത് എന്ന് പറയുന്നത് ഒരു സിമ്പിളാണ്. അശ്വന്ത് ഈ പറഞ്ഞതൊക്കെ വളരെ നിഷ്കളങ്കമായ അഭിപ്രായമാണ്. അവരുടെ ഏജ് കാറ്റഗറി അവിടെ പ്രശ്നം. ഈ പരിപാടിയിൽ ഈ രണ്ടുപേരെ ക്ഷണിക്കാനും നിങ്ങൾ തയ്യാറായതിൻ്റെ പിന്നിലുള്ള ആ സർഗാത്മകതയെ ഞാൻ അംഗീകരിക്കുകയാണ്. അതിനകത്ത് വലിയൊരു രാഷ്ട്രീയമുണ്ട്. അശ്വന്തിന്റെ ഏജ് ഗ്രൂപ്പിൽപ്പെട്ടവർക്കും ഏറ്റവും വലിയ പാഠപുസ്തകം ഇവരാണ്. ഇതിനകത്ത് പ്രണയം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സ്ത്രീ പുരുഷ സൗഹൃദങ്ങളും ബന്ധങ്ങളും എന്ന് പറയുന്നതിനകത്ത് ഇവരെല്ലാം പഠിച്ചു വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഏജ് കാറ്റഗറി അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് ഫീഡ് ചെയ്യപ്പെട്ടതാണ്. ആ ഫീഡ് ചെയ്യപ്പെട്ടതല്ല റിയൽ ലവ് എന്ന് പറയുന്നതും അല്ലെങ്കിൽ സ്ത്രീ പുരുഷ ബന്ധത്തിന്റെയും വലിയൊരു ഉദാത്ത മാതൃക ഈ സദസ്സിലുണ്ട്. അത് ജെയിംസും തസ്നയുമാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഇതാണ് റിയൽ എന്ന് പറയാൻ കഴിയും. അതിനെ സമൂഹം അംഗീകരിക്കാതിരിക്കുന്നില്ല, നമ്മൾ കൊടുക്കാതിരിക്കുന്നതാണ്. ഞാൻ ഉദാഹരണം പറയാം. സിനിമ പ്രധാനപ്പെട്ടൊരു സംവിധാനമാണല്ലോ. സിനിമ എന്ന് പ്രധാനപ്പെട്ടൊരു മീഡിയമാണ്. ജനങ്ങളെ നന്നായിട്ട് സ്വാധീനിക്കാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ടാണ് മദ്യപിക്കുന്ന സീൻ കാണിക്കുമ്പോൾ മദ്യപാനം സ്റ്റാറ്റ്യൂട്ടറി വാണിംഗ് നമ്മൾ കൊടുക്കുന്നത് പാടില്ലാന്ന്, നിയമപരമായി കുറ്റകരമാണെന്ന് പറയുന്നത് സ്വാധീനിക്കുമെന്നുള്ളത് കൊണ്ടാണ്. ഇപ്പോൾ ഇറങ്ങിയ സിനിമകൾ നോക്കും, ആ സിനിമയ്ക്കകത്തെ വാചകങ്ങൾ, ആ ഏജ് കാറ്റഗറിയിൽപ്പെട്ട കുറച്ചു പേർ ചേരുമ്പോൾ നടക്കുന്ന കുറേ കാര്യങ്ങൾ, അതൊക്കെയാണ് ലോകമെന്നും അതിനൊക്കെ പവിത്രീകരിക്കുകയും ചെയ്യുന്ന ഒരു സിസ്റ്റത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ യഥാർത്ഥമുള്ള പ്രശ്നം നമ്മൾ യഥാർത്ഥത്തിൽ നിയമങ്ങൾ ഉണ്ടാക്കി തടയുകയല്ല, ഇത്തരം കാര്യങ്ങളിലാണ് നമ്മൾ സെൻസർഷിപ്പ് കൊണ്ടുവരേണ്ടത്. അത് സിനിമയിലാകട്ടെ, മീഡിയയിലാകട്ടെ, നമ്മുടെ പാഠപുസ്തകങ്ങളിലാകട്ടെ, ഇവിടെയെല്ലാമാണ് വളരെ കൃത്യമായി നമ്മൾ ഇടപെടേണ്ടത്. നോട്ടത്തിന്റെ പ്രശ്നം ഇവിടെ തീരുന്നില്ല. ഈ ചർച്ചയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം സെൽഫി.